ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സിമ്പിൾ ആൻഡ് ഈസി ഒരു ഫിഷ് കറി റെസിപ്പി കണ്ടാലോ. ഇരുമ്പം പുളിയിട്ട ചാളക്കറി. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മീനൊക്കെ സുലഭമായി കിട്ടുന്നതുകൊണ്ട് മീൻ അന്വേഷിച്ച് കുറേ സമയം കളയേണ്ടി വന്നില്ല. പിന്നെ അവിടുത്തെ ചേച്ചി നമുക്ക് മീൻ ക്ലീനാക്കി തരികയും ചെയ്തു. ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ മീനുകൾക്കും നല്ല വിലയുണ്ടായിരുന്നു. ഞങ്ങളൊരു 1/2 കിലോ മേടിച്ചുള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ താരം ഇരുമ്പം പുളി. അതും നമ്മുടെ വീട്ടിൽ 365 ദിവസം കിട്ടുന്നതുകൊണ്ട് ഹസ്ബൻഡിനെ വേഗം തന്നെ സൺഷെയ്ഡ് കയറ്റി ഒരു 10-15 പറപ്പിച്ചു. മഴക്കാലത്ത് ഇതിൻ്റെ ഇലയും ചീഞ്ഞ പുളിയൊക്കെ ക്ലീൻ ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയും എല്ലാവരുടെ വീട്ടിലും ഒരു ഇരുമ്പും പുളിയുടെ മരം വെച്ച് നടണമെന്ന്. കാരണം പെട്ടെന്ന് നമുക്കൊരു ചാറുകറി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 പുളി പറിച്ച് തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാറുകറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ചാറുകറി മാത്രമല്ല കേട്ടോ, നമുക്കിതിൽ നിന്ന് അച്ചാറും ഉപ്പിലിട്ട പുളിയും എല്ലാം ഇതിൽ നിന്ന് ഉണ്ടാക്കാം. നന്നാക്കി തന്ന ചാള ഒന്നും കൂടി ഉപ്പെല്ലാം ഇട്ട് നല്ലോണം തിരുമ്മി വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. മീൻകറിക്ക് വേണ്ടി നമ്മൾ പുളി പറിക്കുമ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസ് നോക്കി പറിക്കണം. ഒരുപാട് വലുതായി പോയി കഴിഞ്ഞാൽ അത് മധുരിക്കാൻ തുടങ്ങും. പിന്നെ മീൻകറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുളിയുടെ 2 അറ്റവും കട്ട് ചെയ്തിട്ട് 4 കഷ്ണിച്ചെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് കിട്ടണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 5-6 ചെറിയുള്ളി വേണം. പിന്നെ കുറച്ച് വേപ്പില, ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത്, പിന്നെ ഒരു പച്ചമുളക്. ഇനി മീൻകറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 മുറി തേങ്ങ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. നിങ്ങൾക്ക് ചിരകിയെടുക്കാം കേട്ടോ, എനിക്ക് മടിയായതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ. ഞാൻ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല പോലെ അരച്ച് കിട്ടിയാലേ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മുടെ കറിച്ചട്ടി എടുത്ത് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഇടുക. ഒരു 10-12 ഉലുവ പൊട്ടിക്കുക. അതിലേക്ക് ഉലുവ പയ്യെ പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു പ്രത്യേക തരം സ്മെല്ല് വരും അല്ലേ. അപ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും എല്ലാം ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് പയ്യെ വാട്ടി തുടങ്ങാം. നല്ല പോലെ വഴറ്റി നമ്മുടെ കുഞ്ഞുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് പതഞ്ഞു പൊങ്ങി വരുന്ന ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് പയ്യെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് മാത്രം ചേർത്താൽ മതി. ഒട്ടും തന്നെ വേറെ വെള്ളം ചേർക്കാനേ പാടില്ല. അരപ്പ് മുഴുവനും അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഈ എണ്ണയിലും വെളുത്തുള്ളിയിലും ഇട്ട് നല്ല പോലെ ഈ അരപ്പ് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് കഴിയുമ്പോൾ തേങ്ങ മൂത്ത് ഒരു നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങും. അപ്പോഴേക്കാണ് നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ഒരു പരിവാകുള്ളൂ. ഒരു 2 മിനിറ്റ് വരെ നമുക്ക് ഈ അരപ്പ് സിമ്മിൽ വെക്കാം. അപ്പോഴേക്കും തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി ഒരുവിധം അതിലെ ജലാംശമൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും ചേർത്ത് ഫുൾ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. നല്ല പോലെ തിള വന്നെന്ന് കാണുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർക്കണം. ഓരോന്നോരോന്നായിട്ട് ചേർത്ത് അതിന് ശേഷം നല്ലതുപോലെ ഇതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സായി കഴിഞ്ഞു എന്ന് കാണുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾക്ക് സിമ്മിലിടണം. തിള വന്നതിന് ശേഷം സിമ്മിൽ ഇട്ടിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടി അത് നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും സിമ്മിലിട്ടിട്ട് മൂടി അടച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാകും. അപ്പോഴേക്കും ചാള നല്ല പോലെ വെന്ത് ഇതുപോലെ നമ്മുടെ അടിപൊളി ഇരുമ്പൻ പുളി ചാളക്കറി റെഡി ആയിട്ടുണ്ടാവും. ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ചോറിന് വേണ്ടി മാത്രമല്ല കേട്ടോ, പുട്ടിൻ്റെ കൂടെയും എല്ലാം ഈ കറി അടിപൊളിയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വളരെ കുറച്ച് ടൈം കൊണ്ട് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലോസ്കി മീൻകറി തന്നെയാണിത്. ഞങ്ങൾ ചോറിൻ്റെ കൂടെയല്ല ഇട്ട് കൂട്ടിയത്, നല്ല ആവി പറക്കണ ചിരട്ടപ്പുട്ടിൻ്റെ കൂടെയാണ് ഞങ്ങൾ കഴിച്ചത്. മീൻകറിയും
പിന്നെ ഒരു പൊരിച്ചതും പിന്നെ കുറച്ച് മുട്ടയും എല്ലാം കൂടി ചേർത്തൊരു പിഴ പിടിച്ച് ആഹാ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.